നല്ലത് മനോഹരമായ ഒരു ദിവസം കൂടെ കാണുവാൻ സ്വർഗത്തിന്റെ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് 5ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിവ്യ സ്നേഹത്തിന്റെ ക്രോധം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ദിവ്യ സ്നേഹത്തിന്റെ ക്രോധം എന്ന് അത് എങ്ങനെയൊക്കെയാണ് പ്രതിഫലിപ്പിച്ചത്, ആ സ്നേഹവും ആ ക്രോധവും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 78 സങ്കീർത്തനം, സങ്കീർത്തനങ്ങൾ 78 അതിന്റെ 38 വാക്യം നമ്മളിവിടെ വായിച്ചു കേട്ടു. എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ അധിവസിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. വചനം അങ്ങയുടേത്, അടിയങ്ങളും അങ്ങയുടേത്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാണ് പിതാവേ. സ്നേഹത്തോടുകൂടി ക്രോധം കാണിക്കുന്നത് എങ്ങനെയാണ് എന്ന് ദൈവമേ, സ്നേഹിക്കാനും അതുപോലെ ദേഷ്യപ്പെടുവാനും ഉള്ള ഒരു സ്വഭാവം എങ്ങനെ വരുന്നു, ആരിൽ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ അടിയങ്ങൾ അപ്രകാരമാണോ എന്ന് ശോധന ചെയ്തുകൊണ്ട് പോകുവാൻ എന്റെ കർത്താവ് സഹായിക്കണം. കർത്താവെ, അടിയാളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസം അധികമായിട്ടുണ്ട്. എങ്കിലും എന്റെ കർത്താവിന്റെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അടിയാണ് ഒരുങ്ങുന്നപ്പ അങ്ങ് മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുമാറാണ്. ഈ അന്ത്യ നാളില് അടിയങ്ങൾ ബോധമുള്ളവരാക്കി തീർക്കണം. ശബ്ദം വിളിച്ചോണ്ടെന്ന് കാത്തു പരിപാലിക്കണം. ഈ സോമിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം. അവർക്ക് ഇന്നത്തെ പാഠം പ്രയോജനപ്രദമാകുവാണ് അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ബോധ്യപ്പെടുത്തുമാറാകണം വേണ്ടി യാചിക്കുന്നു. സർവവും യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണം. പരിശുദ്ധമുള്ള പിതാവേ, ആമേൻ. ഇവിടെ നാം വായിച്ചു കേട്ട വചനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ച് കർത്താവായി ക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതായത്, എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. ഇസ്രായേൽ മക്കളെ കുറിച്ച്. അപ്പൊ ഇസ്രായേൽ മക്കള് നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ 78 സങ്കീർത്തനത്തിൽ തന്നെ പഠിക്കാനുണ്ട്. എപ്രകാരമായിരുന്നു അവരെ ദൈവം സ്നേഹിച്ചത്, അവര് പിന്നെ ആ സ്നേഹം എപ്രകാരം അവർ ഉൾക്കൊണ്ടു, അത് എപ്രകാരം പ്രതിഫലിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് നാം പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. നമ്മളെപ്രകാരമാണ് ദൈവത്തിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുന്നതെന്നും ദൈവത്തിന്റെ ക്രോധം എപ്രകാരം നമ്മിൽ ഉണ്ടാകുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പിന്നെ ഈ 1ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് തിന്മ മൂലം ദുഃഖിക്കുന്നു. ഇവിടെ തിന്മ മൂലം ദുഃഖിക്കുന്നു എന്ന എന്ന ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു, മനുഷ്യരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ദൈവം പിൻവാങ്ങുന്നു എന്നിവിടെ പറയുന്നു. അതായത് അല്പസമയം ദൈവം തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മനുഷ്യനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അല്പസമയം ദൈവം മനുഷ്യന് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ ദുരിതങ്ങളെ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് അവർക്കുണ്ടായ പിന്നെ മാറ്റങ്ങളും അവരുടെ പാപങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ദൈവം അവരിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവരെ എന്ത് ചെയ്യുന്നറിയാമോ, വിദേശ രാജ്യങ്ങളാൽ അവരെ അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയുന്നു. ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും അവിടെ മരുഭൂ യാത്രയില് പിന്നെ ശത്രു സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെ? അവിടെയെല്ലാം അവർക്ക് പരാജയം വന്നു. അവരിൽ നിന്ന് മറ്റുള്ള രാജ്യക്കാർ അവരെ അടിച്ചമർത്തി വച്ചിരുന്നു. പിന്നെ അടുത്ത് പറയുന്നത് ദൈവം ജനത്തെ കരുണയോടെ വിടുവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ അടുത്ത് പറയുന്നത് ജനം വിടുതലിനായി ദൈവത്തോട് നിലവിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ മറ്റുള്ളവരെ അടിച്ചമർത്തുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, പിന്നെ ദൈവത്തോട് കിടന്ന് നിലവിളിക്കുന്നു. ദൈവത്തെ മറന്നത് കൊണ്ടാണ് ദൈവം അവരെ മറന്നത്.
ദൈവം അവരെ മറന്നപ്പോഴത്തേക്ക് അവർക്ക് അവിടെ അടി കിട്ടി. അപ്പോഴവര് വീണ്ടും എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നിലവിളിക്കുന്നു. അവിടെ ദൈവം ജനത്തെ കരുണയോടെ വിടുവിക്കുന്നു. അവരുടെ നിലവിളി ശബ്ദം കേട്ടപ്പോൾ ദൈവം കരുണയോടെ വിടുവിക്കുന്നു. അതാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിന്റെ വചനം അറിയാത്തതുകൊണ്ട്, കൽപ്പന അറിയാത്തതുകൊണ്ട്, ദൈവത്തെ മറന്ന് ജീവിച്ചത് കൊണ്ടാണ് അടിമത്തത്തിലേക്ക് പോയതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ 78-ാം സങ്കീർത്തനം ദൈവജനത്തിനെ ആവർത്തിച്ചുള്ള മത്സരങ്ങളോടുള്ള ദൈവത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഈ വേദഭാഗം എന്ത് പറയുന്നു? അപ്പോ നാം ഈ സങ്കീർത്തനം 78 നമ്മൾ വായിക്കുമ്പോൾ, 78-ാം സങ്കീർത്തനം അത് 1 മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ 4 സ്വഭാവ സവിശേഷതകളാണ് ആ ഒരു ഭാഗത്ത് നമുക്ക്, ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ 4 സ്വഭാവ സവിശേഷതകൾ. ഒന്ന്, അത്ഭുതമന്ത്രിയായ ദൈവം. അവിടെ നമുക്ക് ഈ 78-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന അത്ഭുതമന്ത്രിയായ ദൈവം. 2, വാഗ്ദത്തം നിറവേറ്റുന്ന ദൈവം. 3, നീതിയായ ദൈവം. 4, ദയാലുവായ ദൈവം. ഈ 4 സ്വഭാവ സവിശേഷതയുള്ള ദൈവത്തെ നമുക്ക് ഈ 78-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈജിപ്തില് ഫറവോൻ രാജാവിന്റെ കൊട്ടാരത്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തോട് മറുതലിച്ചു. അവര് ആ അടിമത്തത്തിൽ നിന്ന് ദൈവം വളരെ കാര്യമായിട്ട് അവരെ വിടുവിച്ചു കൊണ്ടുവന്നിട്ടും എന്ത് ചെയ്യുന്നറിയാമോ? അവര് ദൈവത്തോട് മറുതലിച്ചു. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം ദൈവം അവരിൽ കാണിച്ചു കൊടുത്തു എന്നുള്ള വസ്തുത നമുക്ക് ഈ 78-ാം സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ രത്നചുരുക്കം മാത്രം പറയുകയാണ്. നിങ്ങൾ വാക്യം വായിച്ചു കാണുമായിരിക്കും, മനസ്സിലാക്കിയായിരിക്കും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അത്ഭുതമന്ത്രി. അപ്പോ അടിമത്തത്തിലായിരുന്ന ജനതയെ ദൈവസ്നേഹം അത്ഭുതത്തിലൂടെ കാണിച്ചുകൊണ്ട് അവരെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ ഈ ജനം എങ്ങനെ അടിമത്തത്തിലായിരുന്നു, ആ ജനതയെ ദൈവസ്നേഹം എന്ത് ചെയ്തു? അത്ഭുതങ്ങളിലൂടെ കാണിച്ചുകൊണ്ട് അവരെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ എന്തൊക്കെ അത്ഭുതമാണ് അവിടെ കാണിച്ചത്? 10 ബാധകളെ അയച്ചു, അല്ലെ? അതാണ് അത്ഭുതമന്ത്രി എന്ന് പറയുന്നത്. 10 ബാധകളെ അവിടെ അയച്ചു. 10 ബാധകളെ അയച്ചിട്ടും ഈ ബാധകൾ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല? ഇസ്രായേൽ ജനങ്ങളെ ബാധിച്ചില്ല എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം. ഇസ്രായേൽ ജനങ്ങളെ ബാധിച്ചില്ല. മറ്റു കൊട്ടാരത്തിലും മറ്റു അവിടെ ഈജിപ്തുകാരുടെ എല്ലാ ഭവനങ്ങളിലും ഈ ബാധ എന്ത് ചെയ്തു? പടർന്നു പിടിച്ചു. എന്നാൽ ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ മാത്രം ഈ ബാധ വന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കടിഞ്ഞൂൽ സംഹാരം, അല്ലെ? കടിഞ്ഞൂൽ സംഹാരം അവിടെ എന്താണ്? അത്ഭുതമന്ത്രി എന്ന് പറയുന്നതിന് എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അത്ഭുതമന്ത്രി ആയിട്ടുള്ള ദൈവം എന്ന് പറയാൻ കാരണം? ആ സ്വഭാവം എന്തെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുമ്പോൾ അതും ഈജിപ്തുകാർക്ക് മാത്രം, കൊട്ടാരം മുതൽ പിന്നെ കുടില് വരെയുള്ള അത് മൃഗങ്ങളിലെ പോലും അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ജനിച്ച ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? നശിച്ചു പോയെന്ന് പറയുന്നുണ്ട്. പെട്ടെന്നിരുന്ന് എന്ത് ചെയ്തു? അങ്ങ് മരിച്ചു വീണു. അപ്പൊ ആ ഒരു ബാധ ഇസ്രായേൽ ജനങ്ങളുടെ അവരുടെ ഇടയിൽ വന്നില്ല എന്നുള്ളതാണ്. അടുത്തത് പറയുന്നത് ചെങ്കടൽ 2ആയിട്ട് പിളർന്നു എന്ന് പറയുന്നുണ്ട്. ഈ ജനത്തെ മോശ മുഖാന്തരം നയിച്ചുകൊണ്ട് വന്നപ്പോൾ ആ കടലിന്റെ തീരത്ത് വന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? വലിയൊരു അത്ഭുതം അവിടെ നടന്നു. വലിയൊരു അത്ഭുതം. അതാണ് അത്ഭുതത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. എന്ത് അത്ഭുതമാണ്? ആ ചെങ്കടല് ജനം നോക്കിയപ്പോഴത്തേക്ക് പിറകില് ശത്രു സൈന്യം വരുന്നു. പിന്നെ ഇവര് കടിഞ്ഞൂൽ സംഹാരം എല്ലാം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആണ് ഫറവോൻ പറയുന്നത് ജനത്തെ വിളിച്ചോണ്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മോശ തന്റെ ജനത്തെയും കൊണ്ട് വന്ന് കുറെ കഴിഞ്ഞപ്പോ രാജാവിന് വീണ്ടും ഒരു ബോധം ഉണ്ടായി. ഇത്രയും ജനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്നത് ആര്? നമുക്ക് നമ്മുടെ ധനം നഷ്ടമാകില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്നു. അപ്പോ ഇവര് ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ഈ ഫറവോന്റെ സൈന്യം ബാക്കിൽ നോക്കിയപ്പോൾ പിറകില് ഫറവോന്റെ സൈന്യം വരുന്നു. പിന്നെ മുൻപില് ആർത്ത് വിളച്ച് ഒഴുകുന്ന ചെങ്കടൽ കൊണ്ട്
ഇരുവശത്തും വൻ മതില്. ഇതെങ്ങനെ കടക്കും, എങ്ങനെ രക്ഷപ്പെടും? അവിടെ നിന്നുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉടനെ എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞു, നീ നിന്റെ വടി ആ കടലിലോട്ട് നീട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കടല് രണ്ടായിട്ട് പിളർന്നു. എന്ത് അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് നോക്കണം. അവിടെ ഒരു അത്ഭുതം ദൈവം കാണിച്ചു. രണ്ടായിട്ട് ആ കടൽ പിളർന്ന് അങ്ങോട്ട് മാറി. എന്ത് ചെയ്യുന്നു? പിളർന്ന് മാറിയിട്ട് അവിടെ ചിറ പോലെ കെട്ടി, മതില് കെട്ടിയതുപോലെ വെള്ളം അങ്ങനെ നിന്നു. എന്നിട്ട് ഉണങ്ങിയ നിലം കണ്ടു. ഈ ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ജനം അപ്പുറത്ത് ചെന്ന് എത്തുന്നത് വരെയും മുൻപേ പോയ പിന്നെ പുരോഹിതന്മാർ എന്ത് ചെയ്തു? ഇവർക്ക് പിന്നിൽ വന്നു. പിന്നെ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇവർക്ക് പിന്നിൽ വന്നു. അങ്ങനെ മറ്റ് ശത്രു സൈന്യം ഇവരെ തൊടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈ ജനമെല്ലാം അപ്പുറത്ത് കടന്നതിന് ശേഷം മാത്രമാണ് അവിടെ കടന്നപ്പോൾ മിസ്രൈമിലെ സൈന്യം മുഴുവനും, ഫറവോന്റെ സൈന്യം മുഴുവനും ഈ ചെങ്കടലിന്റെ മധ്യത്തായി തീർന്നു. ഉടനെ തന്നെ മോശ എന്ത് ചെയ്തു? വടി നീട്ടി ആ കടൽ ഒന്നു ചേർന്നു. ഈ സൈന്യം മുഴുവനും ആ ചെങ്കടലിൽ മുങ്ങിത്താഴ്ന്നു എന്ന് പറയുന്നു. അത്ഭുതകരമായിട്ടുള്ള അത്ഭുതമന്ത്രി അവിടെ അത്ഭുതം കാണിച്ചു. അത്ഭുതത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ ജനത്തിന് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നീതിയായ ദൈവം. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവർ ദൈവത്തോട് പിറുപിറുത്തു എന്ന് കാണുന്നുണ്ട്. കാരണം പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ 78 സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഉണ്ട്, പിറുപിറുത്തു. ഞങ്ങൾക്ക് ആഹാരം കിട്ടുന്നില്ല, ഞങ്ങള് പിന്നെ അവിടെ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോ ജോലി ചെയ്താൽ മാത്രം മതിയായിരുന്നു, ഞങ്ങൾക്ക് അപ്പം കിട്ടുമായിരുന്നു, ഇതെല്ലാം കിട്ടുമായിരുന്നു, സമയത്തിന് ആഹാരം കിട്ടുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങൾക്ക് ആഹാരമില്ല, പിന്നെ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഇവിടെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ആഹാരം കൊടുത്തപ്പോ പിന്നെ ഇറച്ചിക്ക് കൂടെ കരഞ്ഞു. അത് അവര് പറയുന്നതെന്ന് വെച്ചാല് ആഹാരം തന്നു, ശരി തന്നെയാണ്, ഇനി ഇത്രയും പേർക്ക് ഇറച്ചിയും കൂടെ തരാൻ ദൈവത്തിന് കഴിയുമോ എന്ന് വരെ അവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ പരീക്ഷിച്ച് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ അവിടെ എന്ത് ചെയ്തു? അവര് പിന്നെ ദൈവത്തോട് പിറുപിറുത്തു. പിന്നെ എന്ത് ചെയ്തു? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചു എന്ന് പറയുന്നുണ്ട്. വിഗ്രഹാരാധന അവർ നടത്തി. നമുക്കറിയാം സീനായി മലയില് ഇത് കൽപ്പന വാങ്ങാൻ പോയപ്പോഴത്തേക്ക് മോശ തിരികെ വന്നപ്പോ എന്തെന്നാണ്? കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. എന്നിട്ടും ഇതെല്ലാം പിന്നെ ദൈവത്തെ എതിർത്ത് പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പനകളെ എതിർത്ത് പറഞ്ഞു. എങ്കിലും ദൈവം തന്റെ വാഗ്ദത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലൂടെ ദൈവസ്നേഹം കാണിച്ചു എന്നവിടെ കാണുന്നു. നീതിയായ ദൈവം, വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം, അതായത് ഞാൻ നിങ്ങളെ കനാൻ ദേശത്ത് കൊണ്ടുപോകും, പിന്നെ നിങ്ങൾക്ക് അപ്പം തരും, നിങ്ങൾക്ക് ഇറച്ചി തരും, നിങ്ങൾക്ക് വെള്ളം തരും എന്ന് പറഞ്ഞ് ഇവരിതെല്ലാം ചെയ്തിട്ടും ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാഗ്ദത്തത്തിലൂടെ ആ ദൈവ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് നീതിയായ ദൈവം. നീതിയായ ദൈവം എന്ന് പറയുമ്പോൾ ജനം തെറ്റുകൾ ചെയ്തു എങ്കിലും അവർക്ക് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തു. പിന്നെ കൊടുത്തുകൊണ്ട് നീതിയിലൂടെ അവർക്ക് ദൈവസ്നേഹം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നീതിയിലൂടെ ഈ ഇറച്ചി ഇത്രയും പേർക്ക് അപ്പം തന്നത് ശരി തന്നെ, ഇനി ഇറച്ചി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. കാടപക്ഷികളെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് ദൈവത്തിനൊരു നന്ദി പോലും പറയാതെ അവരെന്ത് ചെയ്തു? അവിടെ ഇരുന്ന് തിന്ന് അവസാനം അവിടെ ഇരുന്ന് തന്നെ കുറച്ചു പേരെന്ത് ചെയ്തു? മരിച്ചുപോയെന്ന് പറയുന്നുണ്ട്. ചെറിയ ചെറിയ ശിക്ഷകൾ. അതുപോലെ അവര് പാപം ചെയ്തപ്പോ സർപ്പത്തെ അയച്ച് പിന്നെ അവിടെയും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. ആ മാർഗം അനുസരിക്കാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? അവർക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷ ഉണ്ടായി. അപ്പോ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്തുകൊണ്ട് നീതിയിലൂടെ അവർക്ക് ദൈവസ്നേഹം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ദൈവം നീതിമാനാണ്, നീതിയായ ദൈവം. നീതിയിലൂടെ അവർക്ക് ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു കൊടുത്തു. വേണമായിരുന്നുവെങ്കിൽ നീതി എന്ന് പറയുന്നത് ഇവരെ അവിടെ വെച്ച് നശിപ്പിക്കാമായിരുന്നു. മരുഭൂമിയിൽ വെച്ച് എത്രയോ പ്രാവശ്യം ദൈവം പറഞ്ഞു. എന്നിട്ട് മോശ ചെന്ന് പിന്നെ ദൈവത്തോട് അപേക്ഷിച്ച് അങ്ങനെ ദൈവത്തിന്റെ നീതി അവിടെ കാണിച്ചു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദയാലുവായ ദൈവം. ഇസ്രായേൽ ജനം
മരുഭൂമിയിലെ അവരുടെ ജീവിതത്തില് ഒരു നന്മയും അവരിലില്ലായിരുന്നു. ഒരു നന്മയും ഇല്ലായിരുന്നു. പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അതിലില്ല. എപ്പോഴും പിറുപിറുത്തും കുറ്റം പറഞ്ഞും പിന്നെ അവരെന്തെന്നാണ് ഒരു സന്തോഷമില്ലാത്ത, തൃപ്തിയില്ലാത്ത ഒരു ജീവിതം. സോറി. അങ്ങനെ ആയിരുന്നിട്ടും ദൈവത്തിന്റെ ദയയിലൂടെ ദൈവസ്നേഹം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ദൈവം ദയ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവര് ഈ ദൈവത്തെ എല്ലാം അനുസരിക്കാതിരുന്നപ്പോഴൊക്കെയും ദൈവം ദയ കാണിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവൻ കരുണയുള്ളവനാകെ കൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ച് തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം പലപ്പോഴും ഈ ജനത്തോടുള്ള കോപത്തെ സ്വയം അടക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് തിന്മ മൂലം ദുഃഖിക്കുന്നു എന്നുള്ള ഈ തിന്മ മൂലം ദുഃഖിക്കുന്നത് ആരാണ്? മനുഷ്യനല്ല, ദൈവമാണ് ദുഃഖിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങളുടെ തിന്മ കാരണം ദൈവം അവിടെ ദുഃഖിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നാം എത്ര പേരുടെ തിന്മ കൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നുണ്ട്? നമുക്ക് എന്താണ് ദുഃഖം? നമ്മുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ദുഃഖമാണ്, അല്ലെ? മറ്റുള്ളവർക്ക് കാര്യത്തിലുള്ള ദുഃഖമല്ല, നമ്മുടേതായിട്ടുള്ള ദുഃഖം. നമുക്ക് അതില്ല ഇതില്ല എന്നുള്ള ആ ദുഃഖമാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടെ പിന്നെ എന്തെന്നാണ് തിന്മകൾ കണ്ട് പിതാവായ ദൈവം ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമ്മുടെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്? നാം എങ്ങനെയായിരിക്കണം ജീവിക്കണം? നമ്മുടെ ജീവിത രീതി കൊണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എന്റെ പ്രവർത്തനം കൊണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? എന്റെ നോട്ടം കൊണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? എന്റെ ജീവിത രീതി കൊണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? എന്റെ വസ്ത്രധാരണ കൊണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? എന്റെ ആരാധനയുടെ ക്രമം കണ്ട് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? ഇതെല്ലാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പാഠം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹവും ക്രോധവും, സ്നേഹത്തിൽ നിന്നുള്ള ക്രോധമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മെ ഏത് രീതിയിൽ എങ്ങനെയെല്ലാം രക്ഷിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ കരുതുന്നു. അപ്പോ നമുക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നു, നമുക്ക് നമ്മളോട് നീതി കാണിക്കുന്നു. പിന്നെ അടുത്ത് എന്തെന്നാണ്, ദൈവം ദയാലുവായിട്ടുള്ള ദൈവം വാഗ്ദത്തം നിറവേറ്റുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ വാഗ്ദത്തം നിറവേറ്റുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം നമുക്ക് നിറവേറ്റി തരുന്നുണ്ട്, അല്ലെ? ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റിയാണ് നമ്മളെ സംരക്ഷിച്ചത്. അപ്പോ ദൈവം കൊടുത്ത വാഗ്ദത്തം ഒരിക്കലും ദൈവം തിരിച്ചെടുത്തില്ല. നിങ്ങൾക്ക് ഞാൻ മന്ന തരും, നിങ്ങൾക്ക് ആഹാരം തരുമെന്ന് പറഞ്ഞാൽ ആഹാരം കൊടുത്തു. ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. നിങ്ങളെ മേഘസ്തംഭമായിട്ട് അഗ്നിസ്തംഭമായിട്ട് നിങ്ങളെ സൂക്ഷിച്ച് കനാൻ ദേശത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ് ആ വാഗ്ദത്തം കർത്താവ് നിറവേറ്റി. അതുപോലെ നീതി, ദൈവത്തിന്റെ നീതി, അതുപോലെ ദൈവത്തിന്റെ ദയ, ഇതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം എങ്ങനെയാണ്? അത്ഭുതം നിറഞ്ഞതായിരിക്കണം. പിന്നെ വാഗ്ദത്തം നിറവേറ്റുന്നതായിരിക്കണം. ദൈവം നമ്മിൽ തന്ന വാഗ്ദത്തത്തെ നാം നിറവേറ്റുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഡിസംബർ 31 പള്ളിയിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഇനി ഈ പുതിയ വർഷത്തില് ഈ വർഷം ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നൊരു വാഗ്ദത്തം, ഒരു ഉറപ്പ് ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നിറവേറ്റുന്നതെന്ന് നോക്കണം. നമ്മുടെ ജീവിതം നീതിയായിട്ടുള്ളതാണെന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ദയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നമ്മൾ പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്ത ഭാഗത്ത് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് പിന്നെ അവിടെ ദൈവം ദീർഘക്ഷമയുള്ളവൻ എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ദീർഘക്ഷമയുള്ളവൻ. അവിടെ നമ്മൾ നോക്കുമ്പോൾ യോനയുടെ കഥയെക്കുറിച്ചും യോന 4:1 മുതൽ 4 വരെ നിനവേക്കാരോടുള്ള ദൈവത്തിന്റെ സഹതാപത്തോടുള്ള ക്ഷമയോട് യോന എങ്ങനെ പ്രതികരിച്ചു എന്നും ചിന്തിക്കുക. ഇത് യോനയെയും ദൈവത്തെയും കുറിച്ച് നമ്മോട് എന്ത് പറയുന്നു? അവിടെ നമ്മൾ നോക്കുമ്പോൾ
നാം ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യോനയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോനയുടെ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ യോന 1-ാം അധ്യായത്തില് നമ്മള് ദൈവത്തോട് പിറുപിറുക്കുന്നല്ല. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യോനെ നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് ഓടുന്ന യോനയാണ് കാണുന്നത്, ദൈവത്തിൽ നിന്ന് ഓടുന്ന യോന. 2-ാം അധ്യായത്തിൽ നമ്മൾ യോനയെ കുറിച്ച് കാണുന്നത് ദൈവത്തോട് ഒപ്പം ഓടുന്ന യോന. 1-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് ഓടുന്ന യോനയെ നമ്മൾ കാണുന്നു. 2-ാം അധ്യായത്തിൽ ദൈവത്തോട് ഒപ്പം ഓടുന്ന യോനയെ കാണുന്നു. 3-ാം അധ്യായത്തിൽ ദൈവത്തോട് കൂടെ ഓടുന്ന, പറ്റിച്ചേർന്ന് ഓടുന്ന യോനയാണ് നമ്മൾ കാണുന്നത്. ഈ 4-ാം അധ്യായത്തില് യോനെ നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാല് പിറുപിറുക്കുന്ന യോന, അല്ലെങ്കിൽ ദൈവത്തിന് കുറ്റം പറയുന്ന യോന, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യോനയാണ് നമുക്ക് ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. അതായത് നമുക്ക് അറിയാമെന്നുള്ള ഒരു ചരിത്രം തന്നെയാണ്. നിനവേ പട്ടണത്തിലെ ജനത്തിന്റെ അകൃത്യ നിമിത്തം ദയാലുവായ കർത്താവ് എന്ത് ചെയ്യുന്നറിയാം, ദീർഘക്ഷമയുള്ളവൻ എന്നാണ് പറയുന്നത് ദൈവം. ആ ദൈവം ആ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. എന്നിട്ട് ആ ജനത്തെ മുഴുവനും നശിപ്പിക്കാൻ ദൈവം ചിന്തിക്കുന്നു എങ്കിലും ദൈവത്തിന് നശിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പോ യോനയെ കണ്ടുപിടിക്കുന്നു. യോനയോട് പറഞ്ഞു, നീ നിനവേ പട്ടണത്തിൽ ചെന്ന് അവർക്ക് വിരോധമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ജീവിത രീതിക്ക്, അവരുടെ ആഹാര രീതി, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വസ്ത്രധാരണ, ഇതിനൊക്കെയും ആരാധന രീതി, ഇതിനെല്ലാം വിപരീതമായിട്ട് നീ എന്ത് ചെയ്യണം, പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ യോനയ്ക്ക് അറിയാം ആ പട്ടണത്തിൽ പോയാൽ ഇവനെ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം അടുത്ത തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറിയതും അവിടെ എന്ത് ചെയ്തു, കപ്പിത്താൻ കണ്ടുപിടിച്ച് ആ യോന ആ കപ്പലിൽ കയറിയപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, കപ്പൽ ഉലയാൻ തുടങ്ങി. നാം മനസ്സിലാക്കണം, നാം മുഖാന്തരം മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടരുത്. നാം മുഖാന്തരം മറ്റുള്ളവർക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്തു, യോന ആ കപ്പലിൽ കയറിയപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു, അവരുടെ വസ്തുവകളെല്ലാം നഷ്ടപ്പെട്ടു, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ട സന്ദർഭം വന്നപ്പോൾ അത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ കാരണക്കാരനെ കണ്ടുപിടിക്കുകയും അതിനൊരു ശിക്ഷ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആ കടലിലേക്ക് എറിഞ്ഞ സമയത്ത് ഈ യോനയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇന്ന് പല ആൾക്കാരും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പൊന്നാടകളും പൂമാലകളും ബൊക്കയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ യോനയെ സ്വീകരിക്കാൻ കടലിൽ ആരാണ് വന്നത്? ഒരു വലിയൊരു തിമിംഗലം വന്നു. ആ തിമിംഗലത്തിന്റെ വായിലാണ് ചെന്ന് വീണ് കൊടുത്തത്. 3 ദിവസം അവിടെ വയറിനകത്ത് കിടന്നു. എന്നിട്ട് 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു, ദൈവം എവിടെ പോകാൻ പറഞ്ഞോ അവിടെ കൊണ്ട് ഛർദ്ദിച്ചു വെച്ചു. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പിതാവായ ദൈവത്തിന്റെ ആജ്ഞ പ്രകൃതിയെ അനുസരിക്കുന്നുണ്ട്, ജീവജാലങ്ങൾ അനുസരിക്കുന്നുണ്ട്, വിവേകമുള്ള മനുഷ്യൻ അനുസരിക്കുന്നില്ല. അതാണ് പ്രിയ ദൈവത്തിന്റെ ജനമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവേകമുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, സർവ്വതും കൊടുത്ത് പരിപാലിച്ച മനുഷ്യൻ ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നില്ല. എന്നാൽ പ്രകൃതിയും ജീവജാലങ്ങളും ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നു. അതാണ് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം മനസ്സിലാക്കണം ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ. അപ്പോ ഇവിടെ യോന അങ്ങനെ എന്ത് ചെയ്തു, അവിടെ എവിടെയാണോ പോകാൻ പറഞ്ഞ അവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചു വെച്ചു. ഇനി രക്ഷയില്ല, ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോന എന്ത് ചെയ്തു, അവിടെ നിനവേ പട്ടണത്തിലേക്ക് പോയി. അവിടെ ഈ കപ്പലിൽ കിടക്കുമ്പോൾ തന്നെ യോനയോട് ചോദിക്കുന്നു, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ യോന അവിടെ സാക്ഷ്യം പറയാണ്, ഞാനൊരു എബ്രായൻ, കടലിനെയും കരയെയും ഈ സമുദ്രത്തെയും നിർമ്മിച്ച യഹോവയെ നമസ്കരിക്കുകയാണ് എന്റെ തൊഴിൽ. അവിടെ സത്യം പറഞ്ഞു, ഞാൻ ആരാണെന്നും തൊഴിൽ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു സൗന്ദര്യ അഡ്വന്റിസ്റ്റ് വിശ്വാസിയാണ് എന്ന് നമ്മൾ എത്ര പേര് പറയും? നമ്മൾ ഇന്ന് മടിക്കുന്നതാണ്. നമ്മളൊരു സൗന്ദര്യ അഡ്വന്റിസ്റ്റ് വിശ്വാസി എന്ന് പറയാൻ നമ്മൾ മടിക്കും. യോന ആപത്ഘട്ടത്തിലും മടിച്ചില്ല. കാരണം രക്ഷയില്ലെന്നറിയാം. അവനെ വിളിച്ചത് ദൈവമാണ്, യോനയെ വിളിച്ചത് ദൈവമാണ്, ഒരു പുരോഹിതനും അല്ല വിളിച്ചത്.
ഒരു പത്രക്കാരനും അല്ല വിളിച്ചത്, പിന്നെ ഒരു ആരുമല്ല വിളിച്ചത്, യോനയെ വിളിച്ചത് ദൈവമാണ്. ആ വിളിശബ്ദം കേൾക്കാതെ പോയത് കൊണ്ടുള്ള നാശനഷ്ടങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ദൈവം ദീർഘക്ഷമയുള്ളവനെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോന എന്ത് ചെയ്തു? അവിടെ ചെന്ന് പ്രസംഗിച്ച് യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവും ജനങ്ങളും എന്ത് ചെയ്തു? അവര് ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. ഒത്തൊരുമിച്ച് എന്ത് ചെയ്തു? മൃഗങ്ങൾ പോലും ഉപവാസത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. മൃഗങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല. 3 ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നമ്മെ വിട്ട് പോകുകയില്ല എന്ന് പറയുന്നു. അത് രോഗമാണെങ്കിലും, നമ്മുടെ സ്വഭാവ ദൂഷ്യമാണെങ്കിലും, പൈശാചിക പോരാട്ടമാണെങ്കിലും, എന്ത് തന്നെയായാലും ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് മാറത്തില്ല, നമ്മോട് കൂടെ ഇരിക്കും. അപ്പോ ഇവിടെ അവരെന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന എന്ത് ചെയ്തു? ദൈവം കേട്ട് അതിന് മറുപടി കൊടുത്തു. ആ പട്ടണം നശിപ്പിച്ചില്ല. യോന എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നശിപ്പിക്കും എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ പട്ടണം അതിന്റെ അതിർത്തി വിട്ട് അപ്പുറത്ത് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആവണക്കുണ്ടായിരുന്നു. അവിടെ ചെന്ന് അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുള്ള സമയം. ആവണക്കിന്റെ കീഴിൽ അങ്ങനെ ഇരുന്ന് കുറെ കഴിഞ്ഞപ്പോഴുണ്ട് നല്ല വെയിലടിക്കുന്നു. ഇതെന്ത് പറ്റിയെന്ന് നോക്കിയപ്പോഴാണ് ആവണക്ക് ഇലയെല്ലാം പിന്നെ പുഴു തിന്നുകൊണ്ട് പോയി. അപ്പോ യോനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു, അല്ലേ? എന്നിട്ട് ഈ ജനത്തെ നശിപ്പിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെയാണ് പിറുപിറുക്കുന്ന യോനയെ നമ്മൾ കണ്ടത്. അപ്പോ പിറുപിറുക്കുന്ന യോനയെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. യോന ദൈവത്തോട് പിറുപിറുക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞു, നീ പിന്നെ ക്ഷമയുള്ള ദൈവമാണ്, അതുകൊണ്ട് നീ ഇതെല്ലാം അവരെ രക്ഷിക്കും. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരെന്നെ കൊന്നുകളയും. ഇനിയിപ്പോ അവരെന്നെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്നെ വെട്ടിക്കൊന്നുകളയും. കാരണം ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. ദൈവം നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചതേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല? അവരെ നശിപ്പിച്ചില്ല. യോന ദൈവത്തോട് പിറുപിറുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ദീർഘക്ഷമ നമ്മൾ മനസ്സിലാക്കുന്നത്. ജനം, നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്, എവിടെ ആരാധനയുണ്ടോ അവിടെ കർത്താവ് ഇറങ്ങിച്ചെല്ലും. ആ നിമിഷത്തിൽ അവിടെ ഇറങ്ങിച്ചെല്ലും. അവിടത്തെ ജനം ഒരുമനപ്പെട്ട് കുഞ്ഞു മുതൽ വലുത് വരെ എല്ലാ ജീവജാലങ്ങളും എല്ലാ മൃഗങ്ങളും ഒരുമനപ്പെട്ട് ഒരേ വിഷയത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിലെത്തുകയും സ്വർഗം തുറന്ന് ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ വന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായി. പ്രിയ ദൈവത്തിന്റെ ജനമേ, നീ മരണാവസ്ഥയിലാണ് എങ്കിലും നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നിന്റെ മരണാവസ്ഥയിൽ നിന്നെ രക്ഷിക്കും. അതിൽ നിന്ന് ദൈവം അതിനെ പിന്മാറ്റിക്കളയും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് അവര് ഒരു മനസ്സ് പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റം വരികയും അവരെ നശിപ്പിക്കാതെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. 1,45,000 എത്രയോ ജനങ്ങൾ അവിടെ ഉണ്ട്. ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കാന്ന് പറഞ്ഞ യോന ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടത് ഇവിടെ ഇട്ട് എവിടെ കൈകൊണ്ട് എന്നെ കൊല്ലാനാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ ഇരുന്ന ആ ചെടി, അല്ലെ, ആവണക്കിന്റെ ചെടി നശിച്ചു പോയപ്പോ നിനക്കൊരു വേദന വന്നു, അല്ലെ? ദൈവം അത് യോന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, പുഴുവിനെ അയച്ച് അത് തിന്നത്. അപ്പോ ദൈവം ചോദിച്ചു, നീ അതിന് വെള്ളം കൊടുത്തില്ല, നീ നട്ടില്ല, വെള്ളമൊഴിച്ചില്ല, നീ പരിപാലിച്ചില്ല, അത് നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്ക് നിനക്ക് വേദനയുണ്ടായി. എന്നാൽ ഞാൻ സൃഷ്ടിച്ച് വെള്ളവും വളവും കൊടുത്ത് പരിപാലിച്ച ഇത്രയും ജനത്തെ നശിപ്പിക്കാൻ എനിക്ക് ദണ്ണം ഉണ്ടാകുകയില്ലേ? എനിക്ക് വേദന ഉണ്ടാകത്തില്ലേ എന്ന് ചോദിച്ചു. അവിടെയാണ് യോനയ്ക്ക് സ്വയബോധം ഉണ്ടാകുന്നത്. നമുക്ക് സ്വയബോധം ഉണ്ടാകണം പ്രിയ ദൈവത്തിന്റെ ജനമേ. ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ നീ എന്തിനാണ് പിറുപിറുക്കുന്നത്? ദൈവം എന്തിനാണ് ഇത് ചെയ്തതെന്ന് ആദ്യം നോക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ തീരുമാനം മാറ്റിയത് എന്ന് നോക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനം മാറ്റി? ദീർഘക്ഷമയുള്ള ദൈവമാണ്. അവിടെ ദൈവത്തെ കുറ്റം പറഞ്ഞ യോനയ്ക്ക് അവിടെ ദൈവത്തിന്റെ ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം ദീർഘക്ഷമയുള്ളവരായിത്തീരണം. ദീർഘക്ഷമയുള്ളവരായിരുന്നാല് ദൈവത്തിന്റെ കൽപ്പന നാം അനുസരിച്ച് ദീർഘക്ഷമയുള്ളവരാണ് എങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടാകും. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്.
അത് നമ്മുടെ പാപങ്ങളെ എല്ലാം ക്ഷമിച്ചു തരുന്നു. എത്രയോ തവണ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് മണ്ണോട് ചേർന്ന് പോകേണ്ട സന്ദർഭങ്ങളായിരുന്നു. ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാണ് ഇന്ന് നാം ഓരോരുത്തരും ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ ന്യായമായ രോഷം, അത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ രോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ന്യായത്തിനും അന്യായത്തിനും കോപിക്കുന്നവരുണ്ട്. ചില ഭവനത്തിലും ചില ഭർത്താക്കന്മാരുണ്ട്, എന്ത് ചെയ്താലും കുറ്റം പറയും, ദേഷ്യം കാണിക്കുക, എടുത്ത് എറിയുകയും ഒക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ന്യായത്തിനും അന്യായത്തിനും ഇവിടെ പിതാവായ ദൈവം ന്യായമായ രോഷം കാണിച്ചു എന്നാണ് പറയുന്നത്. ന്യായമായിട്ടുള്ള, അപ്പോ ദേഷ്യം കാണിക്കുമ്പോൾ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. ചുമ്മാ ദേഷ്യം കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഒന്ന് രണ്ടുപേരെ അധ്യാപകരായിരുന്നവരുണ്ട്. അപ്പോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കൊരു ശിക്ഷ, നമ്മൾ ഒരു അടി കൊടുക്കുകയാണെങ്കിൽ അത് എന്തിനാണ് കൊടുത്തത് എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർ അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അറിയത്തില്ല അവർക്ക് അടി കൊടുത്തത് എന്തിനാണ്. അപ്പോ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ എന്ത് കാരണമാണ്, അതിനെന്തെങ്കിലും ന്യായമുണ്ടോ, ദേഷ്യം കാണിച്ചതിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ഇവിടെ യേശു കർത്താവ് കോപിച്ചു. എന്തിനാണ് കോപിച്ചത്? യെരുശലേം ദൈവാലയത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ വിൽപ്പനയാണ് നടക്കുന്നത്. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആലയത്തെക്കുറിച്ചുള്ള എരിവ് രോക്ഷമായി വെളിയിൽ പുറത്തു വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. രോഷമായി, കോപമായിട്ട് വെളിയിൽ വന്നു. അതാണ് ന്യായമായ രോഷം. അതൊരു ന്യായമായിട്ടുള്ള രോഷമാണ്. ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അവിടെ വ്യാപാര ശാലയാക്കി തീർത്തു. അവിടെ ആട്ടിൻകുട്ടികളെ കൊണ്ടുവച്ചേക്കുന്നു, പ്രാവുകളെ കൊണ്ടുവച്ചേക്കുന്നു, കോഴികളെ കൊണ്ടുവച്ചേക്കുന്നു. ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള വിൽപ്പനകൾ. ഇത് അവര് പറയുന്നത് അവിടെ യാഗം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വസ്തുക്കളാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളും അവിടെ വിൽക്കുന്നതായിരിക്കാം, അല്ലെ? പലതും ഉണ്ടായിരുന്നിരിക്കാം. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പലതും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ എന്താണ് അവിടെ കർത്താവിന് രോഷം വന്ന് അവിടെ മേശകളെല്ലാം വലിച്ച് എറിഞ്ഞ് എന്ത് ചെയ്തു? ചാട്ടവാറെടുത്ത് അടിച്ച് ഓട്ടിച്ചെന്നാണ് പറയുന്നത് യെരുശലേം ദൈവാലയത്തെ. കർത്താവ് പറയുന്നത്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന തിരുവചനം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ, യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് എന്നോടും നിന്നോടും പറയുന്നതാണ് ഈ വാക്യം. നമുക്ക് തന്നിരിക്കുന്ന ആലയത്തെ എങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ആലയങ്ങള് പൊതുവിൽ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ആലയങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. നമ്മുടെ ആശുപത്രികൾ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവായ ക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ എഴുതി വച്ചുവെങ്കിലും, ഇന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചുവെങ്കിലും, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പല സ്ഥാപനങ്ങളും കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, അത് കർത്താവിന് രോഷം കൊണ്ടുവന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള രോഷമാണ്? ആലയത്തെക്കുറിച്ചുള്ള എരിവ്, എന്നെയും നിന്നെയും കുറിച്ചുള്ള എരിവാണ് കർത്താവിനെ രോഷമായി തീരുന്നത്. ഇന്ന് ആലയങ്ങളിലും സ്ഥാപനങ്ങളിലും പല ആൾക്കാരും പ്രതികരിക്കുന്നതിൽ ഒരു 10% അതിനോട് എരിവുള്ളവരാണ് പ്രതികരിക്കുന്നത്. കാരണം നമ്മളെയൊക്കെ പോലെയുള്ളവർ വർഷങ്ങളോളം ശമ്പളമില്ലാതെയും കഷ്ടപ്പെട്ട് ജീവിച്ച്, ഞാനൊക്കെ ജോലി ചെയ്യുമ്പോൾ എത്രയോ വർഷം, 7-8 വർഷം ശമ്പളമില്ലാതെയാണ്, 10 രൂപ പോലും അഡ്വാൻസ് ചോദിച്ചാൽ തരാനില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു. അവിടെ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകുന്നെന്ന് പറയുമ്പോൾ എരിവുണ്ട്, വേദനയുണ്ട്. കാരണം ശമ്പളമില്ലെങ്കിലും സമരം ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ പോകാതെ അതിനെ പരിപാലിച്ചു കൊണ്ടുവന്നു. അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ എരിവുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇത് എത്രയും പരിപാലിച്ചു കൊണ്ടുവന്ന കർത്താവിന് ഇത് കാണുമ്പോൾ എങ്ങനെ എരിവില്ലാതെ ഇരിക്കും? നാം എരിവുള്ളവരായിരിക്കണം. എരിവോടുകൂടെയുള്ള ആ എരിവിൽ നിന്നുണ്ടാകുന്ന ആ രോഷമാണ് ഉണ്ടാകുന്നത്. ആ രോഷം ദൈവത്തിന്, അതാണ് ന്യായമായ രോഷം ദൈവോടെ പറയുന്നത്. വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിന്റെ സന്നിധിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാര് അവരെ മാറ്റി നിർത്തി. അവിടെയും കർത്താവിന് എന്ത് ചെയ്തു? അവരോട് ചെറിയ ഒരു രോഷമുണ്ടായി. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ് എന്ന് പറഞ്ഞ് അവരെ ശിശുക്കളെ
ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ന്യായമായിട്ടുള്ള രോഷമാണ്. അവർക്ക് മനസ്സിലായപ്പോഴും കർത്താവ് എന്തിനാണ് പിന്നെ ദേഷ്യം കാണിച്ചതെന്ന് മനസ്സിലായി. യെരൂശലേം ദൈവാലയത്തിലും കർത്താവ് എന്തിനാണ് അത് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോ നമ്മളത് മനസ്സിലാക്കിയാണ് നമ്മള് ദേഷ്യമില്ലാത്ത മനുഷ്യരില്ല. ദേഷ്യം ഉള്ളവര് തന്നെയാണ്. ഭാര്യയ്ക്ക് ദേഷ്യമുണ്ട്, ഭർത്താവിന് ദേഷ്യമുണ്ട്, എല്ലാവർക്കും ദേഷ്യമുണ്ട്. പക്ഷെ കാണുന്നതിനും കേൾക്കുന്നതും ഒക്കെ എല്ലാത്തിനും എന്താ പറയുന്നത്, പച്ച മലയാളത്തിൽ പറഞ്ഞ് ചാടിക്കളിച്ചോണ്ട് നിൽക്കരുത്. നമ്മള് രോഷം കാണിക്കേണ്ടതിന് മാത്രമേ രോഷം കാണിക്കാവൂ. അല്ലാതെ കോപം എല്ലാവർക്കും ഉള്ളത് തന്നെ, അത് എല്ലായിടത്തും പ്രകടിപ്പിക്കാനല്ല. കോപം ഉണ്ടാകുന്നു. കർത്താവ് കോപിച്ചു, ഈ യെരൂശലേം ദേവാലയത്തിൽ കോപം കാണിച്ചു. എന്തിനാണ്? ആ ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തതുകൊണ്ട്. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോപം ന്യായമുള്ളതായിരിക്കണം. അല്ലാതെ കയറി ഇന്ന് പല ആൾക്കാരും സഭയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഓരോന്ന് വിളിച്ചു പറയുന്നു. എന്തിനു വിളിച്ചു പറയണം? അത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മരണം നടക്കുമ്പോഴത്തേക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അത് നടന്നില്ല എങ്കിൽ അവിടെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അല്ലാതെ അവിടെ അവര് വിവാഹം വരുമ്പോൾ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഒന്നിനും നമ്മുടെ മക്കളോട് നമ്മൾ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്തിനാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നതെന്ന്, നമുക്ക് ദേഷ്യമുള്ളതെന്ന് അവരെ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. അതാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയ ന്യായമായ അത് രോഷം. അടുത്തത് പറയുന്നത് ദൈവം മനസ്സോടെ ദുഃഖിപ്പിക്കുന്നില്ല. അവിടെ ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാല് പിന്നെ പലപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ്രായുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യെസ്രായുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതൊന്ന് ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. ഓക്കെ, വായിക്കാം മിസ്സേ. യെസ്രായുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. 12-ാം അധ്യായം 5-ാം അധ്യായം 12-ാം വാക്യം. ഓക്കെ. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ചു, ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. അതാണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ ബാബിലോണിയരിലൂടെ യെരൂശലേമിന് മേൽ വന്ന ന്യായവിധിയെ കുറിച്ച് എന്ത് വിശദീകരണമാണ് തരുന്നത്? അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വേറെ വാക്യങ്ങളുണ്ട്, ഇത് നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ പൂർവികന്മാര് നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് ദൈവത്തോട് എന്ത് ചെയ്തു? പിന്നെ ദൈവത്തെ കോപിപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ കോപിപ്പിച്ചു, അല്ലെ? അവര് കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ദൈവത്തിന് കോപം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു. അതായത് വിഗ്രഹാരാധന അവരുടെ കയ്യിലുണ്ട്. കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവിടെ ആരാധന ക്രമത്തിന് മാറ്റം വന്നു, അവരുടെ ജീവിത രീതികൾക്ക് മാറ്റം വന്നു. ഇതെല്ലാം വന്നപ്പോ ദൈവത്തിന് കോപമുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അവിടെ അതിനു മുൻപ് നോക്കുമ്പോൾ ഏറിയ സംവത്സരം അവര് അടിമത്തത്തിൽ പോയി. അവിടെ പറയുന്നത് കോപിപ്പിച്ചത് കൊണ്ട് അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെ അടിമകളാക്കി കൊണ്ടുപോയി എന്ന് പറയുന്നു. യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെ നിങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകുമെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തില് അടിമകളാക്കി കൊടുത്തു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാമും അടിമകളാണ്. ഇന്ന് നാം പിശാചിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പിശാചിന് അടിമയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജനത്തിന്റെ ഇടയിൽ വിശ്വാസക്കുറവ് വരുന്നത്. ഇന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ ആലയത്തിൽ നടക്കുന്ന ആരാധനകൾ എപ്രകാരമുള്ള ആരാധനയാണ്? അവിടെ റോമൻ കത്തോലിക്കയിൽ നിന്നും CSI നിന്നും കടമെടുത്ത ചില ആരാധനകളാണ് നമ്മുടെ ആലയങ്ങളിൽ നടക്കുന്നത്. പൂർവികന്മാര് പാപം ചെയ്തപ്പോൾ ഫറവോന്റെ അടിമത്വത്തിൽ കൊണ്ടുപോയതുപോലെ നമ്മളെയും ആക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. നമ്മള് അടിമത്തത്തിലേക്ക് പോകരുത്. നമ്മൾ സ്വതന്ത്രരായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധ ജനമായിട്ട്, അല്ലെ,
അത്ഭുതമായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ദൈവം. അപ്പോ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താണ്? അടിമകളായി പോകും എന്ന് ഇവിടെ പൂർവികന്മാര് ദൈവത്തെ മറന്നപ്പോൾ അടിമകളാക്കി വിട്ടു. ഇന്ന് നമ്മള് അടിമകളാണോ? നാമും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമ്മളെയും എന്ത് ചെയ്യും? അടിമകളാക്കി വിട്ടയക്കും. ദൈവം മനസ്സോടെ ദുഃഖിപ്പിക്കുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. ആ ഒരു ദുഃഖം നമുക്ക് അടിമയാക്കി പോയത് ദൈവം മനസ്സോടെ ചെയ്തതല്ല. മനസ്സോടെയാണോ ചെയ്തത്? മനസ്സോടെ അല്ല ചെയ്തത്. ദൈവത്തിന് ഇവിടെ ദുഃഖമുണ്ട് ഈ ജനം. ദൈവം പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് നോക്കി, പിന്നെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവം വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് നോക്കി എന്റെ ജനത്തെ കണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. യെരൂശലേം ദേവാലയത്തെ കണ്ട് കർത്താവ് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ അത് മനസ്സോടെ നമുക്ക് തരുന്ന ദുഃഖമല്ല. നമ്മൾ ദുഃഖിക്കുന്നത് ദൈവത്തിന് മനസ്സായിട്ട് തരുന്നതല്ല. നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് നീ മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കൽദയരുടെ കയ്യിൽ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചത് അവര് നഷ്ടപ്പെട്ടു പോകാനല്ല. അവരെന്ത് ചെയ്യണം? അവരവിടെ നിന്ന് അവരുടെ തെറ്റ് മനസ്സിലാക്കി അവിടെ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും വരുന്നത് ദൈവത്തിന് വളരെയധികം ദുഃഖമുണ്ട്. ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വരുന്നതായിരിക്കാം. പക്ഷേ നാം എവിടെ വീണു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലോട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ചെറിയ അടികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് കഷ്ടവും ദുഃഖവും വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാനല്ല. ഇന്ന് പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ ദശാംശം കൊടുത്ത് കാണിക്കാൻ കൊടുത്തു എല്ലാം ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നത്, എനിക്കിനി ദൈവം വേണ്ട. എത്രയോ പേര് സ്വന്തം വിശ്വാസത്തിൽ നിന്ന് അവര് പിന്മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ജനത്തെ അല്ല, ദൈവത്തെയാണ് കുറ്റം പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ദൈവം നിനക്കൊരു അടി തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പിന്നെ മനസ്സോടെ അല്ല ദൈവം നമ്മെ അടിച്ചത്. ദൈവം കരഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ശിക്ഷ തരുന്നത്. കാരണം നീ അത് മനസ്സിലാക്കി മടങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട്. നിത്യമായിട്ട് നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങ് വിട്ടുകളയാം, തെറ്റ് ചെയ്ത് നിത്യമായിട്ട് നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ നിനവേലെ ജനത്തെ രക്ഷിച്ചതുപോലെ നിത്യമായിട്ട് നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും തന്ന് നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദീർഘക്ഷമയുള്ള ദൈവം. അതാണ് ദൈവത്തിന്റെ കൃപ, കരുണ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന സമയം ദൈവം എത്രമാത്രം നമ്മളെ പിന്നെ എന്താണ് കരുണയോടുകൂടെ നോക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 ദിനവൃത്താന്തം 36 2 ദിനവൃത്താന്തം 36:16 ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു വരുന്നത് അത്രത്തോളം പ്രവാചകന്മാരെ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് നാം നമ്മുടെ പ്രവാചകന്മാരെ നിന്ദിക്കുന്നുണ്ടോ? നമ്മള് ദൈവത്തെ നിന്ദിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൽപ്പനകളെ നിന്ദിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതെല്ലാം ദൈവം നമ്മെ പിന്നെ വളരെ ദുഃഖത്തോടു കൂടെയാണ് നമ്മെ ശിക്ഷിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശിക്ഷ തരുന്നുവെങ്കിലും ദൈവം ദുഃഖിക്കുന്നു. കാരണം നമ്മൾ നിത്യമായിട്ട് നശിച്ചു പോകാനല്ല, ആ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ക്രിസ്തു അപ്രകാരം, പിതാവായ ദൈവം അപ്രകാരം നമ്മെ ശിക്ഷിക്കുന്നത് എന്നിവിടെ പറയുന്നത്. അതാണ് അതിന്റെ ഹെഡിങ്. ദൈവം മനസ്സോടെ ദുഃഖിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കഷ്ടവും ദുഃഖവും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇത്രയെല്ലാം ആയിട്ട് ഞാനൊരു രോഗിയാണല്ലോ, മറ്റുള്ളവരുടെ രോഗിയായി തീരുന്നല്ലോ എന്ന് ചിന്തിക്കും. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്, ഇവിടെ ഇരിക്കുന്ന അമ്പിളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരെയും, ഗുരുവിള സാറ്, ടീച്ചർ, എല്ലാവർക്കും ഓരോരോ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വളരെയധികം അടുത്ത നിമിഷം എപ്പോ വേണമെങ്കിലും വീണ്ടും മരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വീണ് മരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. എങ്കിലും അതുകൊണ്ട് എന്തിനാണ് ദൈവം, ഞാൻ ഇത്ര വർഷം ദൈവത്തിന്റെ സന്നിധിയിൽ പിന്നെ പ്രസംഗിച്ചു, ജനത്തെ നയിച്ചു, ഒരു സഭ പണിതു, പിന്നെ 38-39 വർഷം സ്കൂളിൽ ജോലി ചെയ്തു, ഒരു കളയും കൂടാതെ ജോലി ചെയ്തു.
എന്നിട്ടും എനിക്ക് എന്തിനാണ് ഈ രോഗങ്ങൾ വന്നത് എന്ന് ദൈവത്തോട് ചോദിക്കാനല്ല. എന്റെ പാപത്തിന്റെ ഫലമായിട്ട് ചിലപ്പോ ഈ രോഗങ്ങൾ വന്നു എങ്കിലും ഞാൻ അതിനെ മറുതലിച്ചു പോകാതെ മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ട്. അതാണ് പലപ്പോഴും ദൈവം നമ്മെ മരണത്തിന്റെ വക്കോളം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വലിച്ചെടുത്ത് ജീവനിലേക്ക് കൊണ്ടുവന്നത്. നമ്മളുടെ പലരും അങ്ങനെയാണ്, ഈ ഇരിക്കുന്ന പലരും അങ്ങനെയാണ്. ഓപ്പറേഷന് വിധേയമായവരുണ്ട്, പിന്നെ ഐസിയുവില് പോയവരുണ്ട്, ഇങ്ങനെ പല ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മെ എല്ലാവരെയും ദൈവം ആ ആ പിന്നെ മരണത്തിന്റെ വക്കോളം എത്തിയ നമ്മെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എന്തെന്നാണ്? ദൈവത്തിന് കരുണയുള്ളത് കൊണ്ടാണ്, ദൈവം മനസ്സലിവുള്ളത് കൊണ്ടാണ്. മനസ്സോടെ അല്ല ദൈവം നമ്മെ ദുഃഖിപ്പിച്ചത്. നിന്റെ പാപത്തിന്റെ ഫലം എപ്രകാരമാണ് എന്ന് നീ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ആ ദുഃഖം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ രോഗങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. നമ്മളെ പോലെ രോഗമുള്ളവർ എത്രയോ പേര് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല, അവര് മരിച്ചു പോയിരിക്കും. അപ്പൊ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്. അത് നാം മനസ്സിലാക്കി മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. വീണ്ടും അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സലിവ് കാണിക്കുക. അപ്പോ അവസാനത്തിൽ പറയുന്നത് മനസ്സലിവ് കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അവിടെ നോക്കുമ്പോൾ അവിടെ പറയുന്ന എന്താണ്? ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. എടുത്താരെങ്കിലും എന്തെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ കൊള്ളാം. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. 12 റോമർ 12-ന്റെ 17 മുതൽ 21 വരെ. ഓക്കെ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിനെ അത് വായിച്ചോണ്ട മതി. ഇവിടെ പറയുന്നത് പ്രതികാരം യഹോവയ്ക്കുള്ളത് ആണ് പറയുന്നത്. ഒരാള് നമുക്കൊരു ദ്രോഹം ചെയ്താല് നാം അവനോട് എന്ത് ചെയ്യണം? മനസ്സലിവ് കാണിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് ഷേക്കൻഡ് കൊടുക്കണമെന്നല്ല പറയുന്നത്. നമ്മള് അവന്റെ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാൻ പോകണ്ട, അവനെ ശപിക്കാനോ അവനെ ദുരിതപ്പെടുത്താനോ ഒന്നിനും നമ്മൾ പോകണ്ട. അതേസമയം എങ്ങനെയാണ് നമുക്ക് മനസ്സലിവ് കാണിക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? ആ ശത്രുവിന് ഒരു ആപത്ത് വരുമ്പോൾ, ഒരു രോഗം വന്ന് കിടക്കുമ്പോൾ, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ച വ്യക്തികൾ ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥനയെ പോലും ആക്ഷേപിച്ച വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി അവസാനത്തില് എന്നോട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ല ആവശ്യപ്പെട്ടു. അപ്പോ എനിക്കത് വളരെയധികം വേദനയുണ്ടായി. ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കുടിക്കാനായിട്ട് ചൂടുവെള്ളം ഒരാൾ കൊണ്ടുവരും. ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ചൂട് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തറയിൽ ഒഴിച്ചിട്ടുണ്ട്. അവളിപ്പം വെള്ളം കുടിക്കാൻ, അവൾ വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. ആ വ്യക്തിക്ക് അവസാനം ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ചെയ്തത് കൊണ്ടല്ല, പക്ഷെ ദൈവം അവിടെ കണ്ടു. ആ ശത്രുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ പറയുന്നത് നിനക്ക് പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നാ? എന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുക? തിന്മാൻ കൊടുക്ക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശത്രുക്കളെ അവരോട് മനസ്സലിവ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ജാഗരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. ഇപ്പോ ഞാന് വലിയവളാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥനാപരമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ല പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മനസ്സലിവ് കാണിക്കണം എന്നാണ് പറയുന്നത്. അവസാനത്തെ ഭാഗം നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഇത്രയും 4 ഭാഗവും ബാക്കിയുള്ള 4 ഭാഗം എന്ത് ചെയ്തു? ബുധനാഴ്ച വരെ ഉള്ളത് ദൈവത്തിന്റെ കൃപയും കരുണയും ദയയും എപ്രകാരമാണെന്ന് പഠിപ്പിച്ചു. അവസാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പിന്നെ ഗുണപാഠം എന്ന് പറയുന്നത് നമ്മൾ പ്രതികാരം ചെയ്യരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളത്. നാം ചെയ്തു കഴിഞ്ഞാൽ അത് ചെറുതായിരിക്കും, യഹോവ വലുതാണ് ചെയ്യുന്നത്. നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ നീ ആഹാരം കൊടുക്ക്, അവന് ദാഹിക്കുന്നെങ്കിൽ നീ കുടിക്കാൻ കൊടുക്ക്, അവന് വസ്ത്രമില്ലെങ്കിൽ നീ ഒരു വസ്ത്രം കൊടുക്ക്.
എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറയാനല്ല. എങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രു നമ്മുടെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ വന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ ചെന്ന് സഹായിക്കാതെ അവന് ഇന്നത് ചെയ്തത് കൊണ്ടാണ് അവന് ഇന്നത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് കൊടുക്കാനിരിക്കുന്ന ശിക്ഷ നിനക്ക് കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്ന ശിക്ഷ നമുക്ക് കിട്ടുകയും അവരെ ദൈവം രക്ഷിക്കുകയും ചെയ്യും. അതാണ് നീ ശത്രുവിന്റെ മേൽ തലമേൽ തീക്കനൽ കുന്നിക്കുന്നു എന്ന് പറയുന്നത്. നീ അവനെ സ്നേഹിക്കുമ്പോൾ, നീ അവനെ പരിപാലിക്കുമ്പോൾ അവന് കിട്ടേണ്ട ശിക്ഷ ദൈവം അവന് കൊടുത്തോളും. കാരണം നീ ഇന്ന ദ്രോഹങ്ങൾ അവന് ചെയ്തിട്ടും അവൻ നിന്നെ പരിപാലിച്ചു, നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതാണ് അവസാനത്തിൽ നമുക്ക് തരുന്ന ഒരു ഗുണപാഠം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പിന്നെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം എനിക്കുള്ളതെന്നാണ്, യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, പ്രതികാരം യഹോവയ്ക്കുള്ളത്. ഇതെല്ലാം യഹോവയ്ക്ക് ഇവിടെ. ദൈവമേ, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കും? ദൈവമേ, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, അവക്ക് ഇതിന്റെ കൂലി കൊടുക്കണമേ, അത് എന്റെ കണ്ണാല കാണണം, 90 ദിവസത്തിനകത്ത് എനിക്ക് കാണണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? 3 മാസം 90 ദിവസത്തിനകത്ത് എനിക്കിത് അതിന്റെ ഫലം എനിക്ക് കണ്ടിരിക്കണം. അത് നിനക്ക് തന്നെ ഭവിക്കും. നമ്മൾ അതല്ല പ്രാർത്ഥിക്കേണ്ടത്. അവന് വേണ്ടിയിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോഴോ ഒരാപത്ത് വരുമ്പോഴോ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം അവന് വേണ്ടി ചെയ്യണം. ദൈവം അവിടെ പ്രവർത്തിക്കും. നമ്മൾ പകരം വീട്ടാനല്ല. പകരം വീട്ടാൻ നമ്മൾ ആരുമല്ല. നമ്മൾ ആരാണ്? നമ്മളെ ദൈവമാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ആരോട് പകരം വീട്ടണം? പകരം വീട്ടാനുള്ള യോഗ്യത നമുക്കില്ല. നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവമാണ് നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത്. പിന്നെ ദൈവം സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിയെ ദ്രോഹിക്കാൻ നമുക്ക് എവിടെ നിന്നാണ് അധികാരം തന്നിരിക്കുന്നത്? നമുക്ക് ആര് അധികാരം തന്നു? അപ്പോ മനസ്സലിവ് കാണിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സലിവ് ഉണ്ടായിരിക്കണം. പണം കൊടുത്ത ആർക്കും ആരെയും പിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. നമുക്കിവിടെ ഇരിക്കുന്നവര് എല്ലാവരും എന്നെ മറ്റുള്ളവർ സഹായിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ കൊടുത്ത് സഹായിക്കാനില്ല. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവം അതാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക, ആതുരസേവനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഉള്ളത് നീ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും അതിന് ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. നിലവേക്കാരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ആ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ആ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോശയോട് പോകാൻ പറഞ്ഞപ്പോഴും മോശ ഒഴിയോട് പറഞ്ഞു. മോശ അവിടെ എത്തിച്ചു. യോനോട് പോകാൻ പറഞ്ഞപ്പോ യോന ഒന്നും പറഞ്ഞില്ല, പക്ഷെ വഴി തിരിച്ചു പോയി. യോനെ അവിടെ കൊണ്ടുവച്ചു. എന്നെയും നിന്നെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കാൻ. മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കാതിരുന്നാല് സ്വർഗസ്ഥ പിതാവ് നിന്നോട് മനസ്സലിവ് കാണിക്കുകയില്ല, നിന്റെ കുടുംബത്തോട് മനസ്സലിവ് കാണിക്കുകയില്ല, നിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിവ് കാണിക്കുകയില്ല. നാം മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കാതിരുന്നാല് കർത്താവായ ക്രിസ്തു നിന്നെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. അങ്ങനെ ഉമിണ്ണ് കളയാതിരിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയില് നന്ദിയുള്ളവരായിട്ട്, ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് മനസ്സലിവുള്ളവരായി, ദയയുള്ളവരായി, കരുണയുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി, നീതിയുള്ളവരായി, ന്യായമുള്ളവരായി, മറ്റുള്ളവരുടെ അത്ഭുതമായിട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മഹോന്നതകളിൽ അധിവസിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമേറിയ ഒരു വചനം അടിയങ്ങൾക്ക് തന്നപ്പ അത് ആ അർത്ഥത്തോടും വ്യാപ്തിയോടും കൂടെ പഠിക്കുവാൻ അടിയങ്ങളെ അങ്ങ് ഒരുക്കി പരിശുദ്ധാത്മാവിനെ അയച്ചു. നന്ദി പറയുന്നപ്പ എല്ലാവരെയും കാത്തുകൊള്ളണം. അടിയാളെ കാത്തതിനാൽ സ്തുതിക്കുന്നു. സർവവും യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണം. പരിശുദ്ധമുള്ള പിതാവേ, ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം.